ചിരി മറന്ന മുഖങ്ങൾ. മെറിൻ സെലീന, അമലോത്ഭവമാതാ ദേവാലയം, ചാല. അവളും അവനും ഒന്നാണ്. അങ്ങനെയായിരുന്നു എല്ലാവരും കരുതിയിരുന്നത്. ഇനി അവളുടെ കഥ പറയട്ടെ. പഠനത്തിൽ മിടുക്കിയായിരുന്ന അവൾ ഒരു എഴുത്തുകാരി കൂടിയായിരുന്നു. ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചതാണെങ്കിലും അവളുടെ പപ്പയ്ക്ക് അവൾ രാജകുമാരിയായിരുന്നു. അമ്മയും അനിയത്തിയും കൂടെ ഉണ്ട്. ഒരുപാട് സന്തോഷ ദിനങ്ങൾ. ബാല്യവും കൗമാരവും കൂട്ടുകാരുമായി ഒരുപാട് നല്ല നല്ല ഓർമ്മകൾ അവൾക്ക് സമ്മാനിച്ചു. സന്തോഷത്തിൻ്റെ 20 വർഷക്കാലത്തിനും പക്ഷേ അധികം ആയുസ്സുണ്ടായില്ല. അവളുടെ പപ്പ പ്രഷർ കൂടി തളർന്നു വീണുപോയി. വീട്ടിലെ കാര്യങ്ങൾ പ്രയാസത്തിലായി. പപ്പയെ പരിചരിച്ച് അമ്മയ്ക്കും വയ്യാതായി. ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് കടന്നപ്പോൾ അവളുടെ സ്വപ്നത്തിൻ്റെ ചിറകുകൾ പാതി വഴിയിൽ അവൾക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു. അങ്ങനെ അവൾ പഠനം ഉപേക്ഷിച്ച് ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലിക്ക് കയറി. വീട്ടിൽ അല്പമൊക്കെ ഇല്ലായ്മ ഉണ്ടെങ്കിലും അപ്പോഴും സന്തോഷവും സമാധാനവും അവൾക്കുണ്ടായിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. വിവാഹാലോചനകൾ ഏറെ വരുന്നുണ്ടായിരുന്നു. വയസ്സ് 25 ആയെങ്കിലും വലിയ പക്വതയൊന്നും നമ്മുടെ കുട്ടിക്ക് ഉണ്ടായിരുന്നില്ല. വിവാഹം കഴിഞ്ഞെങ്കിലും ജീവിതത്തിൽ തന്നെ ഏറ്റവും അധികം സ്നേഹിച്ച പപ്പ അവളെ വിട്ടുപോയതിൻ്റെ ആഘാതത്തിലായിരുന്നു അവൾ. ഭർത്താവ് പ്രവാസി. ഒരിക്കലും തീരാത്ത കടങ്ങൾ, ബാധ്യതകൾ. സത്യം പറയാലോ, പിന്നീട് അങ്ങോട്ട് മനസ്സറിഞ്ഞ് ഒന്ന് ചിരിച്ചിട്ടില്ല. പണ്ടൊക്കെ വീട്ടിൽ നിന്നും ഉറക്കെ ചിരിക്കുമ്പോൾ അമ്മ വഴക്ക് പറയുമായിരുന്നു. ഇപ്പോൾ എന്തോ ചിരി മറന്നുപോയി. ആത്മവിശ്വാസത്തോടെ ജീവിച്ച അവൾക്ക് വിവാഹശേഷം ഭർത്താവിൻ്റെ മുന്നിൽ കുറ്റങ്ങളും കുറവുകളും കൂടി തുടങ്ങി. മുഖഭംഗിയില്ല, മുടിയില്ല, തടി കൂടി തുടങ്ങി. ധാരാളം കുറ്റപ്പെടുത്തലുകൾ അവൾ കേൾക്കാൻ തുടങ്ങി. ട്യൂഷന് പോലും പോവാതെ ഒറ്റയ്ക്കിരുന്ന് പഠിച്ച് ഡിസ്റ്റിങ്ഷൻ മാർക്ക് വാങ്ങിയ സ്കൂൾ സർട്ടിഫിക്കറ്റുകൾ വെറും പേപ്പർ കഷ്ണങ്ങളായി മാറി. മരുമകൾക്ക് പാചകത്തിലാണല്ലോ മാർക്ക്. അവൾ എപ്പോൾ ഉണരുന്നു, ഉറങ്ങുന്നു, ഫോണിൽ ആരെ വിളിക്കുന്നു, എന്ത് സംസാരിക്കുന്നു, ഇങ്ങനെ അവൾ ദിനചര്യയിൽ പോലും ഏറെ ശ്രദ്ധാലുക്കൾ ഉണ്ടായിരുന്നു. നല്ല മരുമകൾ, നല്ല കുട്ടി എന്നൊക്കെ പറയിപ്പിക്കാൻ അവൾ തൻ്റെ ഇഷ്ടങ്ങൾ വേണ്ട എന്ന് വെച്ചു. പലപ്പോഴും നോ പറയേണ്ടിടത്ത് അവൾ മനസ്സില്ലാ മനസ്സോടെ തലയാട്ടി. എന്നിട്ടും കുറ്റപ്പെടുത്തൽ മാത്രം. പിന്നീട് അവൾ തൻ്റെ അവകാശങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാൻ തുടങ്ങി. കുടുംബത്തിലെ വേലക്കാരിയല്ല താൻ എന്ന് കാണിച്ചു കൊടുത്തു. വിദ്യാഭ്യാസം അവൾ അലങ്കാരമാക്കി. 2 കുഞ്ഞുമക്കൾ ഉള്ളതുകൊണ്ട് വിവാഹത്തിൻ്റെ ചങ്ങല അവൾക്ക് തകർക്കാൻ പറ്റുമായിരുന്നില്ല. വേറെ ഒന്നുമല്ല, തൻ്റെ മക്കൾക്ക് ഒരച്ഛൻ്റെ സ്നേഹം നൽകാൻ ആ ഒരാൾക്ക് മാത്രമല്ലേ സാധിക്കൂ എന്നതാണ് അവളെ മുന്നോട്ട് പോകാൻ സഹായിക്കുന്നത്. വിവാഹം വേർപിരിഞ്ഞതിനാൽ തൻ്റെ അമ്മ വേദനിക്കും. തൻ്റെ അനുജത്തിയുടെ ഭാവി എല്ലാം അവളുടെ മനസ്സിലുണ്ട്. പൊരുത്തക്കേടുകൾ ധാരാളമുണ്ട്. മാനസിക അടുപ്പമില്ല, വൈകാരിക അടുപ്പവും ഇല്ല. എങ്കിലും മക്കൾക്ക് വേണ്ടി അവൾ ജീവിക്കുന്നു. അല്ലാതെ നാട്ടുകാരും വീട്ടുകാരും കരുതുന്നത് പോലെ അവളും അവനും ഒന്നല്ല, 2 തന്നെയാണ്. പണ്ട് ആരൊക്കെയോ പറഞ്ഞ വാക്കുകൾ, ഉപദേശങ്ങൾ അവൾക്ക് ഓർമ്മ വന്നു. ഉറക്കെ സംസാരിക്കല്ലേ, ഉച്ചത്തിൽ ചിരിക്കല്ലേ, നല്ല ഡ്രസ്സ് ഇടണേ, ഒറ്റയ്ക്ക് പുറത്തു പോവല്ലേ, കാലിന് മേൽ കയറ്റി വെച്ചിരിക്കല്ലേ, വേറെ ഒരു വീട്ടിൽ പോവാനുള്ളതല്ലേ എന്നൊക്കെ. അങ്ങനെയൊക്കെ ചെയ്യാതെ ഇരുന്ന് എല്ലാവരുടെയും നല്ല കുട്ടി അവാർഡ് വാങ്ങിയിട്ട് ഇപ്പോൾ അവൾക്ക് എന്താ കിട്ടിയത്? മനസ്സിൽ 1000 ചിന്തകൾ അലയടിക്കുകയാണ്. അവൾക്ക് 2 പെൺമക്കൾ ആണ്. ഒന്നും അറിയാതെ അവർ ഉറങ്ങുന്നത് കാണുമ്പോൾ ഒരു സമാധാനം. അവൾ അവരോട് പതുക്കെ പറഞ്ഞു, സ്വതന്ത്രരായി വളരണം. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് ആരെങ്കിലും ചെയ്താൽ അവരോട് എതിർക്കണം. നോ പറയേണ്ടിടത്ത് നോ പറയൂ. ഈ അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടം കേട്ടോ നിങ്ങളെ.